കോടതി മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ട് രാഘവനുണ്ണിയുടെ ഇഞ്ചി കടിച്ചതുപോലുള്ള മുഖം കാണാനായിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് കാത്തിരുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകും. നമുക്കറിയാം, പത്മ കേസിൽ ഒരു അവസാനത്തിൽ എത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും നാളെയായിട്ടുള്ള എപ്പിസോഡോട് കൂടിയിട്ട് പത്മ കേസിന് ഒരു അവസാനം ആകാനായിട്ട് പോവുകയാണ്. രാഘവൻ ഉണ്ണി നമ്മുടെ അഞ്ജലി കുട്ടിയുടെ മുമ്പിൽ തോറ്റു തുന്നം പാണി നാണം കെടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മുടെ കോടതിയിലെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ കാട്ടിയത്. അപ്പോൾ ഇന്ന് ഒരു വിധത്തിൽ നമ്മുടെ അഞ്ജലിനെ ഇറക്കിക്കൊണ്ട് നമ്മുടെ അർജുൻ ഒരു വിധത്തിൽ കോടതിയിൽ എത്തിക്കും കേട്ടോ. അതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. രാഘവനുണ്ണിയുടെ കണ്ണിൽ പെടാതെ എത്തിക്കണമല്ലോ ശംഖു ചക്രം തറവാട്ടിൽ നിന്നും. അപ്പൊ അതിന് നമ്മുടെ ചെറിയച്ഛനൊക്കെ സഹായിച്ചു ഒരു വിധത്തില് നമ്മുടെ പത്മേനെ കോടതിയിൽ നമ്മുടെ അർജുൻ എത്തിക്കും കേട്ടോ. പക്ഷെ അതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ പത്മയെ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആ സമയത്ത് തരകൻ അവിടെ വരും. അപ്പൊ തരകന്റെ കണ്ണിൽ ഉറപ്പായിട്ടും ഈ പത്മ പെടും എന്നൊരവസ്ഥയായിരുന്നു. കാരണം പത്മ എങ്ങാനും കോടതിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പത്മേനെ ഏത് വിധേനയും അവിടുന്ന് മാറ്റാനുള്ള പരിപാടിയായിരുന്നു തരകൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ രാഘവനുണ്ണിയും കുറുപ്പ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചുറ്റും കുറുപ്പിന്റെ ഗുണ്ടകളും അതുപോലെ തന്നെ മറ്റേ കാർത്തികിന്റെ ഗുണ്ടകളും എല്ലാവരും അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ അർജുന് പത്മേനെയും കൊണ്ട് വന്ന് ഇറങ്ങുന്ന സമയത്ത് ദൈവദൂതനെ പോലെ നമ്മുടെ ജാഫർ CI അവിടെ വരികയും അപ്പൊ തന്നെ ജാഫർ ഈ തരകനോട് ചോദിക്കും, തനിക്കിവിടെ ഡ്യൂട്ടി ഇല്ലല്ലോ, പിന്നെ താൻ ഇതിനിവിടെ നിൽക്കുന്നേ. അപ്പൊ ഈ തരകൻ കിടന്ന് ഉരുണ്ട് കളിക്കും, ഞാൻ പത്മേനെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നാണെന്നൊക്കെ പറയും. അപ്പോൾ ജാഫർ പറയും, ഈ പത്മ മിസ്സിംഗ് കേസ് പിൻവലിച്ചു എന്നുള്ള കേസ് തനിക്കും എനിക്കറിയാം. താൻ കൂടുതൽ ഇവിടെ കിടന്ന് ഉണ്ടാക്കാതെ താൻ തന്റെ ഡ്യൂട്ടി പോയി ചെയ്യാൻ നോക്കുക. തനിക്ക് ഇവിടെ ഇന്ന് ഡ്യൂട്ടി ഇല്ല, താൻ തന്റെ ഡ്യൂട്ടി പോയി ചെയ്യാൻ നോക്കുന്ന തരകനെ അവിടെ നിന്ന് പറഞ്ഞു വിടും കേട്ടോ. അപ്പൊ പത്മ ഈ തരകനെ കണ്ണിൽ പെടില്ല കേട്ടോ. അപ്പൊ ഇതിനിടയിൽ വേറൊരു വലിയൊരു പ്രതിസന്ധി കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. അതായത് ഈ മുരളിയെ കോടതിയിൽ എത്തിക്കണം, എന്നാലേ ഈ പത്മ കേസിൽ എന്തെങ്കിലും നമ്മുടെ അഞ്ജലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ദൃക്സാക്ഷിയായി, നമ്മുടെ ഒരു മാപ്പുസാക്ഷിയായിട്ട് മുരളീനെ മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പൊ മുരളി സമ്മതം മൂളിയിട്ടുണ്ട്. ജാഫർ ഈ മുരളിക്ക് ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിനക്ക് കൂട്ടുണ്ട്, ധൈര്യത്തോട് കൂടെ നേരിടുക. അവര് പല ഗുണ്ടായുസത്തൊക്കെ അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ, താൻ ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ ജാഫർ CI ഏറ്റവും അവസാനം വന്ന് ഒരു സപ്പോർട്ട് കൊടുത്തതോടു കൂടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞ മുരളിക്ക് ഒരു ആത്മവിശ്വാസം കൈവന്നു. അതുവരെ അവരെന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുരളി നിന്നിരുന്നത്. കോടതിയിൽ വന്ന് പറയാനുള്ള ധൈര്യമൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുരളിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏറ്റവും അവസാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച എപ്പിസോഡുകളിൽ കണ്ടതാണ്, ജാഫർ വന്നിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് കൂടിയായിട്ടാണ് ശരിക്കും പറഞ്ഞ മുരളിക്ക് ഒരു ധൈര്യം വന്നത്. അപ്പോൾ ഇന്ന് ഈ മുരളിയെ എങ്ങനെയും കോടതിയിൽ എത്തിച്ചേ പറ്റുള്ളൂ. കാരണം കാർത്തിക്കിന്റെ കൂട്ടുകാർക്കും കാർത്തികിനൊക്കെ കാര്യം മനസ്സിലായി, ഈ മുരളി ചതിക്കാനായിട്ട് പോവുകയാണ്, അയാൾ സാക്ഷി പറയും എന്നുള്ളൊരു ദൃക്സാക്ഷിയായിട്ട് മാറും എന്നൊരു സംശയം ഓൾറെഡി ഈ കാർത്തികിനും കൂട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത്ര 100% വിശ്വസിച്ചിരുന്നില്ല, എങ്കിൽ പോലും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇതെങ്ങനെ തരണം ചെയ്യും, ഈ മുരളിയെ ഇവർ കാണാതെ എങ്ങനെ കോടതിയിൽ എത്തിക്കും എന്നൊരു വലിയൊരു കടമ്പ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഞ്ജലി കുട്ടിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയെ സഹായിച്ചത് അഞ്ജലിയുടെ കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പൊ അഞ്ജലിയുടെ കൂട്ടുകാരി മുഖമൊക്കെ, അതായത് കോട്ടൊക്കെ എടുത്തിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ആൺകുട്ടിയെ പോലെ സെറ്റപ്പിൽ അങ്ങോട്ട് നമ്മുടെ അഞ്ജലി കുട്ടിയുടെ പുറകിൽ ഇരുന്ന് അങ്ങോട്ട് വരും. അപ്പൊ ആ സമയത്ത് കാർത്തികിനും കൂട്ടുകാർക്ക് സംശയം തോന്നി, ഇത് മുരളിയാണോ, അപ്പൊ മുരളി ആയിരിക്കും പറഞ്ഞുകൊണ്ട് അവര് ഈ സമയത്ത് അഞ്ജലി അവിടെ ഇറക്കി ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ അകത്തേക്ക് പോകും. അപ്പം ഈ കാർത്തികിനും കൂട്ടുകാർക്ക് ഇത് മുരളിയാണെന്ന് ഉറപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതൊരു ട്രാപ്പായിരുന്നു. ഈ കാർത്തികിനെയും കൂട്ടുകാരെ എല്ലാവരും കൂടി അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ അഞ്ജലിയും കൂട്ടുകാർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പൊ എന്താണെങ്കിലും അത് നല്ല രീതിയിൽ വർക്കൗട്ടായി കേട്ടോ.
അപ്പോൾ ഈ അഞ്ജലി കൂട്ടുകാരിയെ ഇവിടെ നിർത്തിയിട്ട് നൈസായിട്ട് അകത്തേക്ക് പോകും. ഈ സമയത്ത് പിടിക്കട അവനെ മുന്നോട്ട് കാർത്തിക്കും കൂട്ടുകാരും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരും. അപ്പോൾ നൈസായിട്ട് കൂട്ടുകാരി ഓടി അങ്ങ് പോകും. അപ്പൊ മുരളിയാന്ന് അവർ ആ സമയത്ത് ഉറപ്പിക്കും കേട്ടോ. അപ്പൊ മുരളിയാന്ന് പറഞ്ഞിട്ട് പുറകെ അവരങ്ങ് ചെല്ലും. അപ്പൊ നൈസായിട്ട് കുറെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കുറെ സമയം വേസ്റ്റ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുരളി നൈസായിട്ട് ഇങ്ങനെ ഒരു തൊപ്പി വെച്ച് അവിടെ വരും. അങ്ങനെ കോടതി മുറിയിലേക്ക് കയറി പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നൈസായിട്ട് സത്യം പറഞ്ഞ മുരളീനെ കോടതി മുറിയിൽ നമ്മുടെ അഞ്ജലിക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം ചെന്ന് കാർത്തിക്കും എല്ലാവരും കൂടി വളഞ്ഞിട്ട് പിടിച്ചടിക്കാനൊക്കെ തുടങ്ങി അവസാനം ഹെൽമെറ്റ് ഊരുമ്പോൾ അതേ വേറൊരാൾ ആകെ പെട്ടുപോയ ഒരവസ്ഥയായി. അപ്പോഴും സത്യം പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണെന്നുള്ള ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഈ കാർത്തിക്കിനൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് എപ്പിസോഡിൽ കണ്ടത്. എന്തായാലും കോടതി മുറിയിലെ സീനുകൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും അവസാന ഭാഗത്ത്. പക്ഷേ ആ സീനുകൾ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഈ പത്മ കേസിൽ എന്തെങ്കിലും ഈ സംഭവങ്ങളെ പറ്റി പറയുമ്പോൾ രാഘവനുണ്ണി പറയും ഒരു ദൃക്സാക്ഷി പോലും ഇല്ല. കോടതി മുറിയിൽ ഈ അഞ്ജലി വക്കീലിന് അതായത് അഞ്ജലി വക്കീലിനെ കാട്ടുവാൻ വേണ്ടിയിട്ട് ഒരു ദൃക്സാക്ഷി ഇല്ല. ഈ CCTV ദൃശ്യങ്ങളുണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഹാജരാക്കുവാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കേസ് വെറും കെട്ടിച്ചമച്ച കേസാണ്, അങ്ങനെ സംഭവമില്ല. ഒരു ദൃക്സാക്ഷി പോലും പറയാതെ CCTVയും കാട്ടാതെ പിന്നെ എന്താണ് ഈ കേസും കൊണ്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല സെറ്റപ്പിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി പറയാണ് ഈ കേസിൽ ഒരു ദൃക്സാക്ഷി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുരളീനെ വിളിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിമിഷം ഷോക്കഡായി പോവുകയാണ് രാഘവനുണ്ണി കേട്ടോ. സ്വപ്നത്തിൽ പോലും അയാൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു തിരിച്ചടി. അപ്പോ കാർത്തിക്കും കൂട്ടുകാർക്കും വലിയൊരു ഷോക്ക് വന്നില്ല. ഷോക്ക് ആയിരുന്നു എങ്കിലും അവർക്ക് വലിയൊരു ഷോക്കിലേക്ക് പോയില്ല. കാരണം അവര് പ്രതീക്ഷിച്ചിരുന്നു. കാരണം മുരളീനെ ഫോൺ വിളിച്ചിട്ടും അങ്ങനെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ചതിക്കുകയാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ടായിരുന്നു അവർക്ക് കേട്ടോ. അപ്പോ കാർത്തിക കൂട്ടുകാരോട് പറയും നമ്മൾ ചതിച്ചു വിടാന്ന് പറയും. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ മുരളി പുറകിൽ നിന്ന് എഴുന്നേറ്റ് വരും. അത്രയും നേരം മുരളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ആർക്കും മനസ്സിലായില്ല കേട്ടോ. കാരണം മുരളി തൊപ്പിയൊക്കെ വെച്ചൊരു ഡ്രസ്സ് ഒരു പ്രത്യേക രീതിയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആർക്കും മുരളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം മനസ്സിലായിട്ടേ ഇല്ല. എന്താണെങ്കിലും മുരളി കടന്നു വരുന്നതോട് കൂടിയിട്ട് രാഘവനുണ്ണി ആകെ ഷോക്കഡായി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൃക്സാക്ഷി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുരളിയെ വിളിക്കുമ്പോൾ തന്നെ ഏകദേശം കേസ് പകുതി തോറ്റ ഒരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി ഉള്ളത് കേട്ടോ. പുള്ളിയുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. എന്താണെങ്കിലും മുരളി കടന്നു വരുന്നതോട് കൂടിയിട്ട് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു അഞ്ജലിയെ കാട്ടിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് വന്ന നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. വളരെ സൂപ്പർ ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം പ്രൊമോയിൽ കാട്ടിയ സീൻ എന്ന് പറയുന്നത് കോടതി മുറിയിലെ സീൻ അല്ല കേട്ടോ, നമ്മൾ ആഗ്രഹിച്ച ഒരു സീൻ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. അപ്പൊ പത്മേനെ നമ്മുടെ അർജുന് അവിടെ എത്തിച്ച സമയത്ത് അർജുന്റെ മനസ്സിൽ അർജുൻ പത്മേനെ വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുമ്പോഴും അർജുന്റെ ഉള്ളിൽ ഒരു നോവ് കിടപ്പുണ്ട്, ഒരു വേദന കിടപ്പുണ്ട്. അതെന്താ നിങ്ങൾക്കും അറിയാലോ. അതായത് അഞ്ജലിക്കുള്ള തെറ്റിദ്ധാരണ മാറാം, അർജുന് പറയാനുള്ള കാര്യങ്ങൾ പറയണം, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഈ സമയത്തൊന്നും അർജുൻ ഇങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോഴൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജലി ഒരു മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അർജുന് ഈ ഒരു സംഭവം. അപ്പോ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. കോടതി മുറിയിൽ എത്തിക്കുന്ന സമയത്ത് മിണ്ടാൻ ശ്രമിക്കുകയും അഞ്ജലി അവോയ്ഡ് ചെയ്തു പോവുകയും ചെയ്യുന്ന സീൻ ഉണ്ടായിരുന്നു. നിങ്ങൾ കാണുമല്ലോ. അപ്പൊ എന്താണെങ്കിലും പ്രൊമോയിൽ ആദ്യം കാട്ടുന്ന സീന് നമുക്ക് വളരെ നല്ലൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം ഒരു ലെറ്റർ കൊണ്ട് നമ്മുടെ അർജുന് അഞ്ജലിയുടെ വീട്ടിലെത്തിയിരുന്നു. അത് കൊടുക്കാനൊന്നും പറ്റിയില്ല. അവിടെ അമ്മായി ഉണ്ടായിരുന്നു സീൻ ഉണ്ടായി. എന്താണെങ്കിലും അവിടെ വെച്ച് ഈ ലെറ്റർ അവിടെ ഇട്ട് നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ അർജുന്റെ കയ്യിൽ ചെറുതാണെന്നൊരു സംഭവം അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഈ ലെറ്റർ നമ്മുടെ ആര്യക്കുട്ടിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആര്യയുടെ കയ്യിൽ കിട്ടി കാര്യങ്ങളെല്ലാം ആര്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണെങ്കിലും അഞ്ജലി കാര്യങ്ങൾ അറിയാതെ ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യങ്ങളുടെ ആ കിടപ്പ് വശം എന്തുകൊണ്ടാണ് അർജുൻ അങ്ങനെ അന്ന് ബിഹേവ് ചെയ്തത് എന്നുള്ളൊരു മഹാസത്യം അഞ്ജലി ഉറപ്പായിട്ടും അറിയാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ പ്രമേയിൽ ആദ്യം അതാണ് കാട്ടിയത്. എന്താണെങ്കിലും രണ്ടാമത് കാട്ടിയ സീനുകളാണ് നമ്മളെ കോരിത്തരിപ്പിച്ചത്. കോടതി മുറിയിൽ വെച്ച് മുരളി പറയുകയാണ്, അതായത് പത്മ കേസുമായി ബന്ധപ്പെട്ട് പത്മ പറഞ്ഞ കാര്യങ്ങളും നടന്ന സംഭവങ്ങളും എല്ലാം 100% പച്ചയായ
സത്യമാണ് എന്ന് നമ്മുടെ മുരളി പറയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക്കും രാഘവനുണ്ണിയൊക്കെ അങ്ങ് മേലോട്ട് പോയാൽ മതി എന്ന് ആലോചിച്ചു പോവുകയാണ്. എന്താണെങ്കിലും തകർന്ന് തരിപ്പണമാകുന്ന ഒരു രാഘവനുണ്ണിയെ നിങ്ങൾക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പറ്റും. എന്താണെങ്കിലും കോടതിയിൽ അവസാനം എന്താണ് വിധി വന്നിരിക്കുന്നത് എന്ന് അറിയില്ല. ഒരു പക്ഷെ ഒരു സിറ്റിംഗ് കൂടെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കാം. ഏറ്റവും അവസാനമായിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് തോന്നി ഒരു സിറ്റിംഗ് കൂടെ അടുത്തൊരു തവണ കൂടി ചിലപ്പോൾ കോടതിയെ വിളിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും രാഘവനുണ്ണി തീർന്നു പോയൊരു അവസ്ഥയിലാണ് കോടതി മുറിയിൽ ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് കേട്ടോ. എന്താണെങ്കിലും കോടതി മുറിയിൽ നിന്നും പുറത്തു വന്ന് കഴിഞ്ഞിട്ട് രാഘവനുണ്ണിയും അഞ്ജലിക്കുട്ടിയും തമ്മിൽ ഒരു മുഖാമുഖമുള്ള ഒരു സീനുണ്ട്. അവിടെ വെച്ച് പറയുകയാണ്, അതായത് കോടതി നിയമങ്ങൾക്ക് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ല. അപ്പോൾ അതോട് കൂടുതലൊന്നും വലിയ ആള് കളിക്കാൻ നിൽക്കേണ്ട രാഘവനുണ്ണി ആശാനെ. അതായത് പത്മ കേസിൽ ഇത്രയും വലിയൊരു തിരിച്ചടി രാഘവനുണ്ണി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഏത് നിയമവും തനിക്ക് വഴങ്ങും, ഒരു കേസും താൻ തോറ്റുപോകില്ല എന്ന അഹങ്കാരത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചടി അഞ്ജലിക്കുട്ടി കൊടുത്തിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ഒരു പോംവഴി രാഘവനുണ്ണി കണ്ടെത്താനായിട്ട് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ മിക്കവാറും അഞ്ജലിയെ ഇല്ലാതാക്കാൻ, പത്മയെ ഇല്ലാതാക്കാൻ, അങ്ങനെ എന്തൊക്കെ ക്രൂരമായ കാര്യങ്ങളായിരിക്കും മിക്കവാറും ഈ രാഘവനുണ്ണി ചിന്തിക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും കോടതി മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ട് രാഘവനുണ്ണിയുടെ ഇഞ്ചി കടിച്ചതുപോലുള്ള മുഖം കാണാനായിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. ഇത്രയും അധികം ദിവസങ്ങൾ നമ്മൾ കാത്തിരുന്നിട്ടുള്ളത് തന്നെ ഈ പത്മ കേസ് ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആ ഒരു സംഭവത്തിലേക്ക് എന്താണെങ്കിലും നാളെ എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. നാളത്തെ എപ്പിസോഡ് നിങ്ങൾ ആരും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുകയാണ്. എന്താണെങ്കിലും കാത്തിരിക്കുക. നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ എപ്പിസോഡ് റിവ്യൂസ് ഇടുന്നില്ല. അത് കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ ഉറപ്പായിട്ടും ഇടുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.